ഹായ് എടാ നിങ്ങൾക്കൊരു കാര്യം അറിയോ അതായത് നിങ്ങൾ ഇത്തവണ നീറ്റിനോ ജെയ്ക്കോ വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആൻഡ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവും ഏറ്റവും നല്ല സ്കോളർഷിപ്പ് എവിടെയാണ് കിട്ടുക എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നത് അത് നിങ്ങളുടെ JEE% വെച്ചോ അല്ലെ നീറ്റ് മാർക്ക് എല്ലാവരുടെ കേസിലാട്ടോ ഭൂരിഭാഗം ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ JEE% വെച്ചൊക്കെ ഫുള്ള് ഫ്രീ കിട്ടുന്ന ആൾക്കാരുണ്ട് അതെല്ലാം പറയുന്നത് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും JEE% വെച്ചോ നീറ്റ് മാർക്ക് വെച്ചോ നല്ല ബെസ്റ്റ് സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നത് അത് നിങ്ങളുടെ +1 മാർക്ക് ബേസ് ചെയ്തായിരിക്കും അല്ലേ ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അറിവിൽ +1 മാർക്ക് ബേസ് ചെയ്തിട്ട് എഡ്യൂപോർട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് സ്കോളർഷിപ്പ് തരുന്നുള്ളത് ഞാൻ മനസ്സിലായി എൻ്റെ അറിവാട്ടെ ചിലപ്പോൾ ഞാൻ അറിയാത്തത് ഉണ്ടായിരിക്കാം ആൻഡ് നിങ്ങൾക്ക് +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എഡ്യൂപോർട്ടിൻ്റെ +1 മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പിൽ കുറച്ച് ആൾക്കാർക്കും കൂടെ എന്താണ് അഡ്മിഷൻ ഇനിയും ബാക്കിയുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിലും ഉടനെ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ടീം പറഞ്ഞുതരും സോ ശ്രദ്ധിക്കുക വേണേൽ നിങ്ങൾക്ക് ഇതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക കുറച്ച് ചെറുതായി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടോ അത് നിങ്ങൾക്ക് +1 ഫുൾ മാർക്കാണെങ്കിൽ നിങ്ങൾ ആകെ തരേണ്ടത് ഹോസ്റ്റൽ ഫീസ് മാത്രമാണ് വേറൊന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല കോഴ്സ് ഫീ ഹോസ്റ്റൽ ഫീസ് മാത്രമല്ല പ്ലസ് സ്റ്റഡി മെറ്റീരിയൽ ഫീ കേട്ടോ കോഴ്സ് ഫീയും രജിസ്ട്രേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് ഫ്രീ വേറെ ഉണ്ടായിരുന്നു ഇല്ല ഓക്കെ യെസ് അതാണ് ഫസ്റ്റ് കേസ് ഇനി നിങ്ങൾക്ക് 239 മാർക്കാണെങ്കിൽ 90% ഓഫ് ദ കോഴ്സ് ഫീ 38 ആണെങ്കിൽ 75% 37 ആണെങ്കിൽ 50% 35ൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് 25% അല്ല സാറേ ഇതിപ്പോൾ ഏതാ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ അതെന്നോട് പറയാൻ പറ്റുന്നത് അത് നിങ്ങൾ JEE ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ 240 എത്ര ഉണ്ടെന്നാണ് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ നീറ്റാണ് നോക്കുന്നതെങ്കിലോ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ 80 മാർക്കിൽ ഉള്ള 3 വിഷയങ്ങൾ 240 എത്ര എന്നാണ് നോക്കുക അങ്ങനെ നിങ്ങൾക്ക് അതിൽ 230ൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ദ കോഴ്സ് ഫീ ഉണ്ട് 220ൻ്റെ മുകളിലുണ്ട് 15% ഉണ്ട് ആൻഡ് 200 മാർക്കിൻ്റെ മുകളിലാണെങ്കിലും 10% ഉണ്ട് ആൻഡ് ഞങ്ങൾ ഇതെന്തിനാ ഇങ്ങനെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് ആയിക്കോട്ടെ ഇപ്പോൾ JEEയുടെ നമ്മളെ ഷഹീം അവൻ എനിക്കൊന്ന് ഇതിലേതോ 30% എങ്ങനെ സ്കോളർഷിപ്പ് ഉള്ളതാണ് അവനിക്കൊരു 99.8 ആണ് അത് NITയിൽ ഏത് ബ്രാഞ്ച് അവന് കിട്ടും അവൻ ഉറപ്പായിട്ട് IIT തന്നെ അവൻ പഠിക്കുകയും ചെയ്യും ആൻഡ് അവൻ ലൈഫ് സെറ്റായിട്ടുണ്ട് ആൻഡ് ഞങ്ങൾ ഇത്തവണ ഒക്കെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഈ സ്കോളർഷിപ്പ് 200 മാർക്കിൻ്റെ മുകളിൽ എത്തിയിട്ടും അല്ല അതിൻ്റെ താഴെയുള്ള കുട്ടികൾ അടക്കം ചെയ്തിട്ടുണ്ട് നീറ്റിലും JEEയിലൊക്കെ നല്ല റാങ്കും നല്ല സ്കോറും എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തരുന്നത് ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടോ നിങ്ങൾ എഡ്യൂപോർട്ട് ജോയിൻ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ട് വരുന്നില്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ ഒരു സംശയമില്ല എത്ര സ്കോളർഷിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റും ഞങ്ങളുടെ കഴിഞ്ഞ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു വിൽ ബി എഡ്യൂപോർട്ട് അത് നീറ്റാണെങ്കിൽ വേറെ എവിടെ പോകുന്നതിനേക്കാളും 50 മാർക്ക് കൂടുതലും JEE ആണെങ്കിൽ ഒരു 2% കൂടുതലും അതാണ് എൻ്റെ വാഗ്ദാനം സോ നിങ്ങൾ ആലോചിക്കുക ഈ സ്കോളർഷിപ്പും ബാക്കി എത്ര ഫീസ് ഉണ്ടാവും ടോട്ടൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മതി ബാക്കി ഞങ്ങളുടെ ടീം വിളിച്ചു വരാം കേട്ടോ ഓക്കെ നിങ്ങൾ ഈ നീറ്റ് നോക്കുന്നില്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കേണ്ട അവർക്ക് ഷെയർ ചെയ്യാം ബൈ